നമസ്കാരം. നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ മിച്ചറാണ് എടുത്തേക്കണത്. അതിൽ മണങ്ങുണ്ട്, ചള്ളയുണ്ട്, പിന്നെ നമ്മുടെ ചാളയിലെ കോക്കാഞ്ചാളയുണ്ട്. ഇത് നമുക്കിന്ന് കുടപ്പുളി ഇട്ട് മുളക് വയ്ക്കാം. മീൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് മുള്ളൊക്കെ വെട്ടി തലയൊക്കെ കളഞ്ഞ് ഞാൻ കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുടപ്പുളി ഇട്ട് മുളക് വയ്ക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. സാധാരണ ഈ മീൻ എല്ലാവരും വറുക്കാനായിട്ടാണ് എടുക്കണത്. ഭയങ്കര മുള്ളാണ് ഇതിന്, അതുകൊണ്ട് മിക്കവരും വറുക്കാനായിട്ടാണ് എടുക്കണത്. ഞാനിന്നത് ഒന്ന് കറി വെച്ച് നോക്കാമെന്ന് കരുതി എടുത്തേക്കണതാണ്. ഇപ്പം നമ്മുടെ ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാള, വേപ്പില ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഫിഷ് മസാല. നമുക്കിതൊന്ന് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടികൾ മൂത്തതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ച ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. അതൊക്കെ ചള്ളയാണ്. ചള്ള, മണങ്ങ്, ചാള, വറ്റയുടെ കുഞ്ഞ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അടുപ്പ് വെച്ച് നമുക്ക് മൂടി ഒരു 20 മിനിറ്റോളം ഇരുന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് കറി ഇറക്കാം. നമുക്ക് ചാറൊക്കെ വറ്റിയൊന്നൊന്ന് തുറന്ന് നോക്കാം. ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കറി ഇറക്കാം. ചാറൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി വറ്റട്ടെ, നമുക്ക് ഇറക്കാം. നമുക്ക് ചാറ് വറ്റിയൊന്ന് നോക്കാം. ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കാം. നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പും പുളി എരിവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.
ഇനി നമുക്കിത് ഇറക്കാം. നമുക്കൊരു ഇച്ചിരി വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി. ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നല്ലോണം ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്.